നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മെസ്സി വരും കേട്ടോ എന്ന് പറഞ്ഞവർ ഇനി എന്ത് പറഞ്ഞ് തലയൂരും? മുടന്ത ന്യായം പറഞ്ഞ തീരുന്ന പ്രശ്നങ്ങളല്ല വരുത്തിവെച്ചത്. ആരാധകരുടെ വികാരത്തെ ചൂഷണം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ സർക്കാർ എടുക്കാൻ പോകുന്ന നടപടി എന്തായിരിക്കും? സ്വാഭാവികമായും നമുക്കും അതിൽ ആകാംക്ഷയുണ്ട്. ആരാധകരുടെ വികാരം സർക്കാർ മനസ്സിലാക്കുമോ എന്ന് ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അറിയാൻ സാധിക്കും. അങ്ങനെ നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മെസ്സി വിവാദം കത്തിപ്പടരുന്നതിനിടെ ഇന്ന് മന്ത്രിസഭാ യോഗം. കായിക വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേൽ ഉന്നത അന്വേഷണം പ്രഖ്യാപിക്കും. വന്ദേ മാതരത്തിലെ ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറും ചർച്ചയാകും. സർക്കാർ നിലപാട് ഇന്നറിയാം. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്ന് അവസാനിക്കും. വിദ്യാർത്ഥി സമരത്തിൽ അമിത്ഷാ മറുപടി പറയാമെന്ന നിർദ്ദേശം തള്ളിയ പ്രതിപക്ഷം പ്രതിഷേധം തുടരും. FCRA ഭേദഗതി ബില്ല് പരിശോധിക്കാനുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയെ ഇന്ന് തീരുമാനിക്കും. എയർ ഇന്ത്യ ഫുക്കറ്റ് ഡൽഹി വിമാനത്തിന് നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ലഭിച്ചിരുന്നതായി മെയിന്റനൻസ് റിപ്പോർട്ട്. 3 ഹൈഡ്രോളിക് സംവിധാനങ്ങളിലും കുറഞ്ഞ മർദ്ദം. വിമാനത്തിന്റെ ക്യാപ്റ്റൻ ഉറക്കമില്ലായ്മയ്ക്ക് മരുന്ന് കഴിച്ചിരുന്നതായി മൊഴി. കാവേരി പ്രശ്നത്തിൽ പ്രതിഷേധിച്ച് കന്നഡ സംഘടനകൾ ആഹ്വാനം ചെയ്ത ബന്ദ് തുടരുന്നു. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ കർശന സുരക്ഷ. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ആലപ്പുഴ തോട്ടപ്പള്ളി ഹാർബർ ദുരവസ്ഥയിൽ. ജില്ലയിലെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണകരമായി മാറേണ്ട തുറമുഖം അവഗണനയുടെ നടുവിൽ. യുവേഫ സൂപ്പർ കപ്പ് കിരീടം നിലനിർത്തി PSG. ആസ്റ്റൺ വില്ലയെ തകർത്തത് 2-1. ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ വേട്ടക്കാരനായി ആസ്റ്റൺ വില്ലയുടെ 17-കാരൻ ബ്രയാൻ മഡ്ജോ. മെസ്സി വിവാദം ഇങ്ങനെ കത്തിപ്പടരുകയാണ്. ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട് ഈ വിഷയത്തിൽ. ഇതിൽ കായിക വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേൽ ഉന്നത അന്വേഷണം പ്രഖ്യാപിക്കും. വന്ദേ മാതരത്തിലെ ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറും ചർച്ചയാകും. ആലാപനത്തിലെ സർക്കാർ നിലപാട് ഇന്ന് അറിയാൻ സാധിക്കും. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അൻഫിൽറ്റ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. അൻഫിൽറ്റ്, ആരാധകരുടെ വികാരം മുതലെടുത്ത് സത്യത്തിൽ പറഞ്ഞാൽ ഒരു അടിമുടി ക്രമക്കേടാണ് ഈ ഒരു മെസ്സി വിവാദത്തെ ചൊല്ലി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ സർക്കാരിന്റെ നിലപാടാണ് ഇനി അറിയേണ്ടത്. സർക്കാർ ആരാധകർക്കൊപ്പം നിൽക്കുമോ ഇല്ലയോ എന്നാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഗോപിക, ഇന്നത്തെ മന്ത്രിസഭാ യോഗം പതിവ് മന്ത്രിസഭാ യോഗം തന്നെയാണ്. കഴിഞ്ഞ ഇന്നലെ ബുധനാഴ്ച ചേരേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് ആ ബുധനാഴ്ച ചേരാൻ കഴിയാത്തതാണ് ഇന്ന് ചേരുന്നത്. ഈ മന്ത്രിസഭാ യോഗത്തിൽ പതിവ് മന്ത്രിസഭാ യോഗമാണെങ്കിലും ഏറ്റവും പ്രധാനമാകുന്നത് ലയണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പറ്റിച്ച് കോടികളുടെ ക്രമക്കേട് നടന്നു. അന്നത്തെ കായിക മന്ത്രി അതിന് വഴിവിട്ട എല്ലാ സഹായവും നൽകിക്കൊടുത്തു. കായിക മന്ത്രിയും സ്പോൺസറും തമ്മിലുള്ള ഒരു ഇടപാടായിരുന്നു നടന്നത് എന്ന രീതിയിലുള്ള വിവാദം 2 ദിവസമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലാണ് ആളിപ്പടരുന്നത്. കോടികളുടെ ക്രമക്കേട് നടന്നുവെന്നാണ് ഇന്നത്തെ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് സർക്കാരിന് മുന്നിലുണ്ട്. മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിയ റിപ്പോർട്ട് വലിയ രീതിയിൽ 2 ദിവസം ചർച്ച ചെയ്യുകയും അത്രയേറെ കോളിളക്കം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ കായിക മന്ത്രിയായിരുന്ന വി അബ്ദുറഹ്മാൻ അതിനെ പൂർണ്ണമായും തള്ളുകയും അത്തരത്തിൽ 5 ചില്ലി കാശ് പോലും ഖജനാവിന് നഷ്ടമായിട്ടില്ല, യാതൊരു വിധത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടില്ല എന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ആവർത്തിച്ചു പറയുന്നു. CPM സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ചു പറയുന്നു. അതായത് CPM-ഉം അന്നത്തെ സർക്കാരും പൂർണ്ണമായും ഇതിനെ ഖണ്ഡിക്കുന്നു, പൂർണ്ണമായും ഇതിനെ തള്ളിയാണ് രംഗത്ത് വരുന്നത്. ഒരു ക്രമക്കേട് പോലും നടന്നിട്ടില്ല. അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ യാതൊരു വിധത്തിലെ ക്രമക്കേട് നടന്നിട്ടില്ല, അനാവശ്യമായ ഒരു ഇടപെടൽ നടന്നിട്ടില്ല എന്ന് പറയുമ്പോഴും ഈ തെളിവുകളൊക്കെ തന്നെയും സർക്കാരിനും അന്നത്തെ കായിക വകുപ്പ് മന്ത്രിക്കും എതിരാണ്. അതുകൊണ്ട് തന്നെ ഒരു തുടരന്വേഷണം എന്ന രീതിയിൽ ഇത് ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കാനാകും സർക്കാരിന്റെ തീരുമാനം. ഇന്നിപ്പോൾ ക്യാബിനറ്റ് ഈ റിപ്പോർട്ട് സ്പെഷ്യൽ സെക്രട്ടറി നൽകിയിരിക്കുന്ന വളരെ ഗുരുതരമായ ക്രമക്കേടും ഗുരുതരമായ കണ്ടെത്തലുമാണ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. സ്പെഷ്യൽ സെക്രട്ടറി തന്നെ ഇതിനകത്ത് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഇത് ഏൽപ്പിക്കണമെന്ന് ശുപാർശ കൂടി ചെയ്യുന്നുണ്ട്. കാരണം 176 കോടി രൂപ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന് സ്പോൺസർ നൽകിയെന്ന് പറയുമ്പോൾ ഇത് ഏത് രീതിയിൽ എങ്ങനെയാണ് നൽകിയത്? വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു.
ഇതിൻ്റെ എല്ലാ നടപടിക്രമവും പാലിച്ചാണ്. അങ്ങനെയുള്ള രേഖകളോ ഒന്നുമില്ല, യാതൊരു വിധത്തിലെ രേഖകളും ഇല്ലാതെയാണ് ഒരു കരാറിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള പണം അത് വിദേശ രാജ്യത്ത് വിനിമയം ചെയ്യുന്നതിന് വേണ്ടി ഇത് മറയാക്കി എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതും മാത്രമല്ല, അന്ന് മന്ത്രി സ്പെയിനിലേക്ക് യാത്രയും നടത്തി. ആ യാത്രയിൽ ദുരൂഹതയുണ്ട്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും കണ്ടെത്തണം. ഇവരുടെ യാത്രകളും രേഖകളും ഇമെയിലുകളും അടക്കം വിശദാംശങ്ങൾ കണ്ടെത്തണമെന്നാണ് ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ ഈ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് എല്ലാ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് BJP ഉൾപ്പെടെ എല്ലാവരും രംഗത്തുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്യാബിനറ്റിനെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനം തന്നെയാണ് ഇന്ന് സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്നതാണ്. അപ്പോൾ സർക്കാരിൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ഈ ഫയൽ കൃത്യമായി ഇന്ന് ചർച്ച ചെയ്തതിന് ശേഷം മനസ്സിലാക്കുന്നത് ഉന്നതതല യോഗം പ്രഖ്യാപിക്കുമെന്നാണ്. ഉന്നതതല യോഗം പ്രഖ്യാപിച്ചതിന് ശേഷം അതിൽ നിന്ന് എന്താണോ കണ്ടെത്തലുകൾ ഉണ്ടാകുന്നത് അതിനനുസരിച്ച് തുടർ നടപടി എന്ന രീതിയിൽ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക്, കാരണം ഈ സാമ്പത്തിക വിനിമയ കുറ്റകൃത്യങ്ങളായതിനാൽ ഇത് EDയുടെ അണ്ടറിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെയും ED, SFIO ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെയൊക്കെ പരിധിയിലാണ് ഇത് വരുന്നത്. അതിനുശേഷം ഈ ഉന്നതതല അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൽ എന്തൊക്കെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉണ്ടാവുക അതനുസരിച്ച് മറ്റ് ഏജൻസികൾക്ക് വിടണമോ വേണ്ടയോ എന്ന് സർക്കാർ തീരുമാനിക്കും. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന വിഭാഗമൊക്കെ തന്നെ ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് സൂചന. എന്തായാലും ഏത് രീതിയിലുള്ള തുടരന്വേഷണമാകും ഈ കായിക വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേൽ ഉണ്ടാകുക എന്ന് ഇന്നത്തെ മന്ത്രിസഭാ യോഗം ലക്ഷങ്ങൾ ചെലവഴിച്ചൊരു സ്പെയിൻ യാത്രയായിരുന്നു അതോടൊപ്പം തന്നെ ഈ സ്പോൺസർമാരെ തെരഞ്ഞെടുത്തത് മുതൽ ഈ സ്റ്റേഡിയം കൈമാറ്റം വരെ ഈ ചട്ടങ്ങൾ പാലിക്കാതെ എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായും, കാരണം അത്രയേറെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഈ ഒരു ദിവസം. അതായത് കഴിഞ്ഞ ദിവസം ഇത് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നു, അപ്പോൾ തന്നെ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആ റിപ്പോർട്ടിൽ, ഈ രേഖകളൊക്കെ തന്നെ ഉൾപ്പെടെ പുറത്തു വരുന്നത്. അതിനുശേഷം കൂടുതൽ കണ്ടെത്തലുകളാണ് ഈ റിപ്പോർട്ടും ഈ അന്വേഷണവും സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോഴൊക്കെ തന്നെ ഈ കായിക മന്ത്രി ആവർത്തിച്ചതിനെ തള്ളുന്നു. ഇതിനകത്ത് യാതൊരു ക്രമക്കേടും നടന്നിട്ടില്ല. അത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും പറയുന്നത് ഇതിൽ ക്രമക്കേട് നടന്നിട്ടില്ല എന്താണ്, അന്വേഷണം വരട്ടെ, ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ് എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ഇതിനകത്ത് സ്ഥിരീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഔദ്യോഗികമായ റെക്കോർഡുകളോ രേഖകളോ ഒന്നും തന്നെ ഇവർക്ക് ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഈ സ്പോൺസറിന് എല്ലാവിധമായ സർക്കാർ സംവിധാനങ്ങളും വഴിവിട്ട രീതിയിൽ നൽകി എല്ലാ രീതിയിലും ഈ സംവിധാനങ്ങളെ സ്പോൺസർ ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ കായിക മന്ത്രി കൂട്ടുനിന്നു എന്നാണ്. അപ്പോൾ ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതും പ്രതിക്കൂട്ടിലാകുന്നതും കായിക മന്ത്രി തന്നെയാണ്. ഈ അന്ന് കായിക മന്ത്രിയുടെ ആ യാത്ര, സ്പെയിനിൽ യാത്ര നടത്തുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു, എന്തിനായിരുന്നു ഈ യാത്ര, അവിടെ ആരെയാണ് അദ്ദേഹം കണ്ടത്, അതിനുശേഷം അവിടെ എന്ത് ചർച്ചയാണ് നടന്നത്, ഇതൊക്കെ തന്നെ ദുരൂഹമാണ്. അതിനുശേഷം കായിക മന്ത്രി ഇവിടെ വന്ന് പറഞ്ഞ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. മാത്രമല്ല തീയതികളൊക്കെ പ്രഖ്യാപിച്ചു. ഈ തീയതികൾക്ക് തന്നെ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന്റെ അംഗീകാരം ഉണ്ടായിരുന്നില്ല, ഫിഫയുടെ അംഗീകാരം ഉണ്ടായിരുന്നില്ല, ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അംഗീകാരമില്ല. അപ്പോൾ ഔദ്യോഗികമായ ഫെഡറേഷനുകളുടെ ഒന്നും തന്നെ അനുമതിയോ അംഗീകാരമോ ഇല്ലാതെയാണ് മെസ്സി കേരളത്തിൽ വരുമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് അതിൻ്റെ പേരിൽ തന്നെ രേഖകൾ ഉണ്ടാക്കി ഇവിടെ നിന്ന് സ്പോൺസർ കോടികൾ വിദേശത്ത് കൈമാറ്റം ചെയ്തു. അപ്പോൾ വിദേശത്തേക്ക് പണം കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മറ മാത്രമായിരുന്നു മെസ്സിയുടെ കേരളത്തിലെ വരവ് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചത്. അപ്പോൾ ഇതിനൊക്കെ കായിക മന്ത്രി കൂട്ടുനിന്നത് എന്താണ് കായിക മന്ത്രി സ്പോൺസർ തമ്മിലുള്ള ബന്ധം? കലൂർ സ്റ്റേഡിയം തന്നെയും ഈ സ്പോൺസർക്ക് വിട്ടു നൽകിയത് പോലും അത്രയേറെ ക്രമക്കേടുകൾ അവിടെ നടന്നിരിക്കുന്നു. ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഓരോ ഭാഗവും വളരെ കൃത്യമായി സൂക്ഷ്മതയോടെ പരിശോധിക്കണം, വിശദമായ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ഈ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവം അത്രയേറെ ഉൾക്കൊള്ളും തന്നെയാകും സർക്കാർ ഇന്നത്തെ തുടർ നടപടിക്ക് തീരുമാനമെടുക്കുക. ഉന്നതതല അന്വേഷണത്തിനപ്പുറം മറ്റേതെങ്കിലും രീതിയിലൊരു തുടർ നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നാണ് ഇന്ന് അറിയേണ്ടത്. എന്തായാലും ഇതിനൊക്കെ തന്നെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്താണ് ഇനി സർക്കാരിന് മുന്നോട്ട് പോകുന്നത് എന്ന് ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ അറിയാനാകും. ഗോപിക, ശരി, അൺഫിൽറ്റ് സൂചിപ്പിച്ച പോലെ കായിക വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേൽ ഉന്നത അന്വേഷണം പ്രഖ്യാപിക്കും. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ വന്ദേ മാതരത്തിലെ ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറും ചർച്ചയാകും. അൺഫിൽറ്റ്, ഈ ആലാപനത്തിലെ സർക്കാർ നിലപാട് ഇന്ന് അറിയാൻ സാധിക്കുമല്ലേ? അതെ, ഈ മെസ്സിയുടെ വിവാദം പോലെ തന്നെ ഇന്ന് ക്യാബിനറ്റിലുണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഈ ചീഫ് സെക്രട്ടറി വന്ദേ മാതരം ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായും വന്ദേ മാതരം സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടിയിൽ, ഔദ്യോഗിക പരിപാടിയിൽ പൂർണ്ണമായും വന്ദേ മാതരം ആലപിക്കുക, അതിനുശേഷം ദേശീയ ഗാനം ആലപിച്ചാൽ മതി എന്നാണ് സർക്കുലർ, കേന്ദ്ര സർക്കാരിന്റെ നിയമം. അതിനനുസരിച്ചുള്ള ഒരു സർക്കുലറാണ് ദിവസങ്ങൾക്ക് മുമ്പ് ചീഫ് സെക്രട്ടറി പുറപ്പെടുവിച്ചത്. ആ ചീഫ് സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവിൽ എല്ലാവരും പൂർണ്ണമായും വന്ദേ മാതരം ആലപിക്കണമെന്നാണ് പറയുന്നത്.
ഇത് വലിയ രീതിയിൽ വിവാദമാവുകയും ഏറെ ചർച്ചയാവുകയും ചെയ്തിരിക്കുന്നു. ഈ സർക്കുലറിനെതിരെ പ്രതിപക്ഷം CPM വളരെ നിശ്ചിതമായ വിമർശനവുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഭരണകക്ഷിയിൽ നിന്ന് തന്നെ മന്ത്രിമാരടക്കം കോൺഗ്രസ് മന്ത്രിമാരും ലീഗിലെ മന്ത്രിമാരും ഇതിനെ എതിർത്തുകൊണ്ട്, അതായത് ആ സർക്കുലർ ആദ്യത്തെ 2 ഈരടി മാത്രമേ ആലപിക്കുകയുള്ളൂ എന്ന് കോൺഗ്രസ് മന്ത്രിമാർ പറയുന്നു, ലീഗിലെ മന്ത്രിമാർ പറയുന്നു. പൂർണ്ണമായും ആലപിക്കില്ല എന്ന നിലപാടും കെ മുരളീധരൻ, CP ജോൺ, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മന്ത്രിമാർക്ക് പരസ്യമായി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ്. എന്നാൽ അത് തന്നെയാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക നിലപാട് എന്നത് അറിയില്ല. കാരണം മുഖ്യമന്ത്രി ഈ സംബന്ധിച്ച് ഇതുവരെ യാതൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. ഇന്ന് ഇത് ക്യാബിനറ്റിൽ ഈ സർക്കുലർ സംബന്ധിച്ച് ആ സർക്കുലർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ സർക്കുലർ ഇത്രയേറെ വിവാദം, ഭരണകക്ഷിയിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും വിവാദവും വിമർശനവും ഉണ്ടായിട്ട് പോലും സർക്കുലർ പിൻവലിച്ചിട്ടില്ല. മാത്രമല്ല പ്രോട്ടോകോൾ വിഭാഗം ഇതിനിടെ ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. ആ സർക്കുലറിൽ പൂർണ്ണമായി ആലപിക്കണമോ വേണ്ടോ എന്ന കാര്യം പറഞ്ഞിട്ട് പോലും ഇല്ല. അപ്പോൾ ആകെ സർക്കാരിന് മുന്നിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറിന്മേലുള്ള വിഷയം ചർച്ചയാകും. ഒപ്പം തന്നെയും സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമോ വേണ്ടയോ എന്നതിലെ സർക്കാർ നിലപാട് എന്താകുമെന്നതും ഇന്ന് ചർച്ചയാവുകയും ഒരുപക്ഷെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ആ നിലപാട് അറിയിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഗോപിക. ശരി, മെസ്സി വിവാദവും അതോടൊപ്പം തന്നെ ഈ വന്ദേമാതരത്തിലെ ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറും ചർച്ചയാകും. ഇന്ന് ആലാപനത്തിലെ സർക്കാർ നിലപാട് ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അറിയാൻ സാധിക്കും. അൺഫിലിറ്റാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് അവസാനിക്കും. വിദ്യാർത്ഥി സമരത്തിൽ അമിത്ഷാ മറുപടി പറയുമെന്ന നിർദ്ദേശം തള്ളിയ പ്രതിപക്ഷം പ്രതിഷേധം തുടരാനാണ് സാധ്യത. FCRA ഭേദഗതി ബില്ല് പരിശോധിക്കാനുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയെ ഇന്ന് തീരുമാനിക്കും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണൻ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് പാർലമെന്റ് വലിയ രീതിയിലുള്ളൊരു പ്രക്ഷുബ്ധമായിരുന്നു പ്രതിപക്ഷം പാർലമെന്റിൽ നടത്തിയത്. ഇന്നും അത് തന്നെ തുടരാനായിരിക്കും സാധ്യതയല്ലേ? ഇന്ന് സമ്മേളനം അവസാനിക്കുന്ന ദിവസം കൂടിയാണ്. ഗോപിക, തീർച്ചയായും ഈ ഒരു വർഷകാല സമ്മേളനം മുഴുവൻ പരിശോധിക്കുമ്പോൾ പ്രതിപക്ഷ ബഹളത്തിൽ പ്രതിഷേധത്തിൽ മുങ്ങിയ ഒരു സമ്മേളനമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എല്ലാ ദിവസങ്ങളിലും വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CJP സമരത്തിൽ ഉണ്ടായിട്ടുള്ള പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ലോക്സഭയിൽ ചോദ്യോത്തരവേള പോലും തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പാർലമെന്റിനകത്തും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിന് പുറത്തും മറുപടി പറയാൻ തയ്യാറാണ്. പക്ഷേ ഇത്തരത്തിൽ പ്രതിപക്ഷം ബഹളം വെച്ചുകൊണ്ട് സഭ തടസ്സപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് മറുപടി പറയുക എന്ന ചോദ്യം ഉയർത്തുകയും താൻ ലോക്സഭയിൽ ഉണ്ടാകും, ഏത് ചോദ്യത്തിനും പ്രതിപക്ഷത്തിന്റെ ഏത് ചോദ്യത്തിനും ഇന്നലെ വൈകിട്ട് 3 മണി മുതൽ ഇന്ന് വൈകിട്ട് 3 മണി വരെ ചർച്ചയിൽ പങ്കെടുക്കാം, ചർച്ച ചെയ്യാം എന്ന് അമിത്ഷാ നിർദ്ദേശം മുൻപോട്ട് വെച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് ആ നിർദ്ദേശത്തിന് വഴങ്ങാതെ അല്ലെങ്കിൽ അത് അംഗീകരിക്കാതെ വീണ്ടും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ലോക്സഭ തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം ചെയ്തത്. അതിനെതിരെ രൂക്ഷമായ വിമർശനം ചെയറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ചർച്ച ആവശ്യപ്പെടുന്ന പ്രതിപക്ഷം തന്നെ ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ചർച്ച ബഹിഷ്കരിക്കുന്നത് അല്ലെങ്കിൽ ചർച്ചയ്ക്കുള്ള സാഹചര്യം ഇല്ലാതാക്കുന്നത് മര്യാദയല്ല എന്നുള്ളതായിരുന്നു ചെയറിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുള്ള വിമർശനം. ഏതായാലും ഇന്നും ഈ CJP സമരത്തിലെ പോലീസ് നടപടി കൂടാതെ അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനാ ക്രമക്കേട് എന്നീ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പാർലമെന്റിന് പുറത്തും പാർലമെന്റിനകത്തും പ്രതിഷേധിക്കാൻ തന്നെയായിരിക്കും പ്രതിപക്ഷ നീക്കം. ഒപ്പം ഇത്തരത്തിൽ വിഷയങ്ങൾ മാറ്റിക്കൊണ്ട് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും രൂക്ഷമായ വിമർശനത്തിനും പ്രതിഷേധങ്ങൾക്കും സാധ്യതയുണ്ട്. ഏതായാലും ഇന്ന് വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിനമാണ്. നിലവിൽ ലിസ്റ്റ് ചെയ്തത് പ്രകാരം പ്രധാനപ്പെട്ട ബില്ലുകളൊന്നും വരാനില്ല. ഈ വർഷകാല സമ്മേളനത്തിൽ പാസാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ല് എന്നുള്ളത് രാജ്യത്ത് പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലായിരുന്നു. പരീക്ഷാ ക്രമക്കേടുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്ന, അതായത് അത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ തെളിയിക്കപ്പെട്ടാൽ കുറ്റവാളികൾക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും ഈടാക്കുന്ന തരത്തിൽ അതിന്റെ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിക്കൊണ്ട് പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല് പാർലമെന്റ് പാസാക്കിയിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്നതിനുള്ള ബില്ല് രാജ്യസഭ പാസാക്കി. അതിനു മുൻപ് ലോക്സഭയും പാസാക്കിയിരുന്നു. പാർലമെന്റ് പാസാക്കിയതിനാൽ ആ ബില്ലുടൻ തന്നെ
രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ച് ഔദ്യോഗികമായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കും. ഏറെ നിർണായകവും ചർച്ചയുമായിരുന്ന FCRA ബില്ല് കഴിഞ്ഞ ദിവസം സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. വനിതാ സംവരണം, മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ല് ഏതായാലും ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അത് അടുത്ത സമ്മേളനത്തിലേക്ക് മാറ്റിവെക്കുകയും ലോക്സഭയിൽ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കുന്നതിനുള്ള 3/2 ഭൂരിപക്ഷം എത്തിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അത് പിന്തുണ നേടിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും 11 മണിയോടുകൂടി സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ അതിനു മുൻപ് പാർലമെന്റ് കവാടത്തിൽ, പാർലമെന്റ് വളപ്പിൽ പ്രതിപക്ഷം പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഗോപിക. ജിഷ്ണു, ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഫുക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാന അപകടത്തിൽ വിമാനത്തിന്റെ മെയിന്റനൻസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് വിമാനത്തിന് നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾക്കുള്ള മുന്നറിയിപ്പ് നേരത്തെ ലഭിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അല്ലേ? ഇനി ആ ഒരു വിഷയത്തിൽ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? ഗോപിക, ഗുരുതരമായ റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഫുക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനം നേരത്തെ ആകാശ ചുഴിയിൽ പെട്ടുകൊണ്ട് 300 അടി താഴേക്ക് പതിച്ചു എന്നുള്ളതായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ട്. അത് ആകാശ ചുഴി തന്നെയാണോ അത്തരത്തിലൊരു അപകടത്തിന് കാരണം എന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിച്ചു വരികയാണ്. അതിനിടയിലാണ് ഈ മെയിന്റനൻസ് റിപ്പോർട്ട് പുറത്തു വന്നത്. വിമാനത്തിന് നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾക്കുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു എന്നാണ്. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് വിമാനം സർവീസ് നടത്തി എന്നാണ് നിലവിൽ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. 3 ഹൈഡ്രോളിക് സംവിധാനങ്ങളിലും കുറഞ്ഞ മർദ്ദത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. കൂടാതെ ഓട്ടോ പൈലറ്റ് സംവിധാനം വിച്ഛേദിക്കപ്പെട്ടു. എലിവേറ്റർ നിയന്ത്രണങ്ങളിലും തകരാറും ഉണ്ട് എന്ന മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നു. ഇത്തരം സാങ്കേതിക തകരാറുകൾക്കുള്ള മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും വിമാനം സർവീസ് നടത്തി എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ കടുത്ത നടപടി വ്യോമയാന മന്ത്രാലയത്തിൽ ഉണ്ടാകും. ഇതിനോടകം തന്നെ ഈ വിമാനത്തിന്റെ പൈലറ്റ് ഇൻ ചീഫ് ഈ ലഹരി പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു. പൈലറ്റ് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ആ പരിശോധനാ ഫലത്തിൽ ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് എയർ ഇന്ത്യ അധികൃതർക്കെതിരെയും പൈലറ്റിനെതിരെയും കടുത്ത നടപടി വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇന്നലെ തന്നെ ഇത്തരത്തിൽ നിലവിലുള്ള ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്നും പൈലറ്റുമാരുടെ ലഹരി പരിശോധന കർശനമാക്കണമെന്ന നിർദ്ദേശം വിമാന കമ്പനികൾക്ക് നൽകിയിരുന്നു. എയർ ഇന്ത്യയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ വ്യോമയാന മന്ത്രാലയം വീണ്ടും വിളിച്ചു വരുത്താനുള്ള സാധ്യതയാണുള്ളത്. അതേസമയം ഉറക്കമില്ലായ്മയുടെ മരുന്നുകൾ കഴിച്ചിരുന്നു എന്നുള്ളതാണ് വിമാനത്തിന്റെ ക്യാപ്റ്റൻ നിലവിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്ക് നൽകിയിട്ടുള്ള മൊഴിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അതായത് ഈ വിമാനം സർവീസ് നടത്തുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപ് ഉറക്കമില്ലായ്മ രൂക്ഷമായിരുന്നു. അതിന്റെ മെഡിസിൻ കഴിച്ചിരുന്നു എന്ന മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഉടൻ തന്നെ വ്യോമയാന മന്ത്രാലയത്തിന് കൈമാറും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടി ഉണ്ടാകും. ആകാശ ചുഴി തന്നെയാണ് അപകടത്തിന് കാരണം എന്ന വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ആകാശത്ത് വെച്ച് 300 അടിയോളം താഴ്ചയിലേക്കാണ് എയർ ഇന്ത്യയുടെ വിമാനം പതിച്ചത്. പിന്നീട് സുരക്ഷിതമായി ലാൻഡ് ചെയ്തുവെങ്കിൽ പോലും നിരവധി യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. യാത്രക്കാരുടെയും ഒപ്പം മറ്റ് ജീവനക്കാരുടെയും വിശദമായ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നുണ്ട്. ഗോപി. ശരി, ക്യാപ്റ്റന്റെ ലഹരി പരിശോധനാ ഫലം പോസിറ്റീവ് ആയതോടെ വ്യോമയാന മന്ത്രാലയം കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നാണ് ജിഷ്ണു സൂചിപ്പിച്ചത്. മറ്റു വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഇന്ന് കണ്ണൂരിലും കാസർഗോഡും ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി MM രാഗേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. രാഗേഷ്, സംസ്ഥാനത്ത് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ്. എന്തൊക്കെ അലേർട്ടുകളാണ് നൽകിയിട്ടുള്ളത്? ഗോപിക, സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വിഭാഗം നൽകുന്നത്. ഇന്നും നാളെയും വിവിധ ജില്ലകളിലായി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. കണ്ണൂരിലും കാസർഗോഡുമാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും നേരിയതും ഇടത്തരമുള്ള മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ്
ഇത്തരത്തിൽ ശക്തമായ മഴ പ്രവചിക്കുന്നത്. ഈ ജില്ലകളിലും യെല്ലോ അലേർട്ട് ഇതേ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരാഴ്ച നീണ്ട കനത്ത മഴയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ദുർബലമായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടും തെളിഞ്ഞ കാലാവസ്ഥയാണുള്ളത്. അതേസമയം തന്നെ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ, കൊല്ലം ആലപ്പാട്ട് മുതൽ ഇടവ വരെ, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ, എറണാകുളം മുനമ്പം മുതൽ മറുവക്കാട് വരെ, തൃശൂർ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെ ജില്ലകളിൽ ഇന്ന് രാവിലെ 5:30 മുതൽ വലിയ തരത്തിലുള്ള തിരമാലകൾ ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട്. ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമാണ് ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തന്നെ കന്യാകുമാരി തീരത്ത് ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തരത്തിലുള്ള ഇത്തരത്തിൽ കടലാക്രമണത്തിനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ശരി, ഇന്ന് കണ്ണൂരിലും കാസർഗോഡും ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനങ്ങൾ ഈ ജാഗ്രതാ നിർദ്ദേശം എല്ലാം പാലിക്കുക. MM രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച മത്സ്യബന്ധന തുറമുഖം മത്സ്യത്തൊഴിലാളികൾക്ക് അന്യമാകുന്നു. ആലപ്പുഴ തോട്ടപ്പള്ളി ഹാർബറിനാണ് ഈ ദുരവസ്ഥ. ജില്ലയിലെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണകരമായി മാറേണ്ട ഈ തുറമുഖം ഇന്ന് അവഗണനയുടെ നടുവിലാണ്. അശാസ്ത്രീയമായ നിർമ്മാണം മൂലമാണ് തോട്ടപ്പള്ളി തുറമുഖം മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടാതെ പോയത്. ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് 500-ലധികം വള്ളങ്ങളാണ് തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്നത്. പരമാവധി 50-ൽ താഴെ വള്ളങ്ങളെ ഉൾക്കൊള്ളാനുള്ള സ്ഥലപരിമിതി മാത്രമേ തോട്ടപ്പള്ളി തുറമുഖത്തിനുള്ളൂ. വലിയ മത്സ്യബന്ധന യാനങ്ങൾ കിടക്കുന്നത് കൂടുതൽ അപകടത്തിനും വഴിവെക്കും. 50 മുതൽ 70 ലക്ഷം രൂപ വരെ വില വരുന്ന വള്ളങ്ങളാണ് ഇവ. പ്രതികൂല കാലാവസ്ഥയിൽ ശക്തമായ കാറ്റടിച്ചാലോ കടൽക്ഷോഭം ഉണ്ടായാലോ ഇവയെല്ലാം തകരുമെന്ന ആശങ്കയാണ് മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്നത്. തോട്ടപ്പള്ളി ഹാർബറിനെ നവീകരിക്കുന്നതിനോടൊപ്പം ഇത്രയും വലിയ മത്സ്യബന്ധന യാനങ്ങൾ ജില്ലയിലുള്ള സ്ഥിതിക്ക് തൊട്ടടുത്ത സ്ഥലങ്ങളിൽ തന്നെ പുതിയ പുതിയ ഹാർബറുകൾ നിർമ്മിക്കണം. കോടികളുടെ നഷ്ടം സംഭവിക്കുന്നത് കൂടാതെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗവും ഇതോടെ നിലയ്ക്കും. വടക്ക് അർത്തുങ്കൽ മുതൽ തെക്ക് തൃക്കുന്നപ്പുഴ വരെയുള്ള വള്ളങ്ങൾ ഈ ചെറിയ ഹാർബറിനെയാണ് ആശ്രയിക്കുന്നത്. തോട്ടപ്പള്ളി ഹാർബർ നവീകരിക്കുന്നതിനോടൊപ്പം പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്റർ തുറമുഖമായി ഉയർത്തണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെയും വള്ളമുടമകളുടെയും ആവശ്യം. ഒരു ഹാർബറിന് വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നിലവിൽ പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്ററിലുണ്ട് എന്നിരിക്കെ പുന്നപ്രയിൽ ഒരു ഹാർബർ കൂടി നിർമ്മിച്ചാൽ മാത്രമേ ഒരു പരിധിവരെ തോട്ടപ്പള്ളി ഹാർബറിൻ്റെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമാകൂ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. കാവേരി നദീജല പ്രശ്നത്തിൽ കന്നഡ സംഘടനകൾ ആഹ്വാനം ചെയ്ത ബന്ദ് തുടരുന്നു. തമിഴ്നാട് അതിർത്തികളിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഖില കൃഷ്ണൻ ചേരുന്നുണ്ട്. അഖില, ഈ തമിഴ്നാടും കർണാടകയും തമ്മിലുള്ള ദീർഘകാല തർക്കമാണ് ഈ കാവേരി നദീജല പ്രശ്നം. ഇപ്പോൾ അവിടെ ഈ ചില സംഘടനകൾ ബന്ദ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആ ബന്ദ് തുടരുകയാണ്. നിലവിലെ അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഗോപിക നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള ഒരു ശത്രുതാ മനോഭാവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഈ കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കന്നഡ സംഘടനകൾ നടത്തുന്ന, അതായത് എല്ലാ കന്നഡ സംഘടനകളും ഈ കാവേരിയുമായി ബന്ധപ്പെട്ട് അനുകൂലിക്കുന്ന കന്നഡ സംഘടനകളെല്ലാം ഈ ബന്ദിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. കഴിഞ്ഞ ദിവസം തന്നെ എല്ലാ സംഘടനകളോടും ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പലരും അതിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യം, അതായത് കാലവർഷം കുറച്ചുകൂടി ശക്തി പ്രാപിച്ചിട്ടുണ്ട്, ആവശ്യമായ വെള്ളം ഡാമുകളിലൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ തമിഴ്നാടിന് വെള്ളം വിട്ടു നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് തന്നെ ബന്ദിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടാണ് ചില സംഘടനകൾ എടുത്തത്. എന്നാൽ ഭട്ടം നാഗരാജ് അടങ്ങുന്ന ചില സംഘടനകൾ മാത്രമാണ് ഇപ്പോൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ചില കർഷകരും ഇതിനുമായി ബന്ധപ്പെട്ട് ഈ സമരത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ സ്കൂളുകളടക്കമുള്ളതും പ്രവർത്തിക്കരുതെന്ന്, ബസ് ഓടരുത് എന്നുള്ള ആവശ്യമൊക്കെ ഈ സംഘടനകൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അത്തരം പ്രശ്നങ്ങളൊന്നും നിലവിൽ ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സമാധാനപരമായാണ് ആദ്യ മണിക്കൂറുകളിൽ ഈ ബന്ദ് മുന്നോട്ട് പോകുന്നത്. സ്കൂളുകൾ, കോളേജുകൾ, ഹോട്ടലുകൾ എന്നിവ സാധാരണ പോലെ പ്രവർത്തിക്കും എന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ആശുപത്രികളും ബാങ്കുകളും തുടങ്ങിയ അവശ്യ സർവീസുകളെയും ബന്ദിൽ നിന്ന് ഒഴിവാക്കിയ ഒരു സാഹചര്യവും നിലവിലുണ്ട്. പക്ഷേ മാണ്ഡ്യ അടക്കമുള്ള ചില മേഖലകളിൽ വലിയ ശക്തമായ ഈ ബന്ദ് വളരെ രീതിയിൽ, അതായത് സാരമായി തന്നെ ബാധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. നേരത്തെ ഗോപിക സൂചിപ്പിച്ച പോലെ തന്നെ കാവേരി നദീജല തർക്കം ഒരുപക്ഷെ തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും മാത്രം പ്രശ്നമായി മാറുകയല്ല, രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും എന്നുള്ളതാണ് പറയേണ്ടത്. അതായത് ദക്ഷിണേന്ത്യയുടെ ഒരു സമാധാനം തന്നെ ഇല്ലാതാകുന്ന തരത്തിലേക്ക് ഈ പ്രശ്നം മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ അത് കേസുമായി തെരുവുകളിലേക്കും കോടതി മുറികളിലേക്കും സുപ്രീം കോടതി വരെ പോകുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കേണ്ടത് വളരെ
വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. ശാസ്ത്രീയമായ രീതിയിൽ അത് പരിഹരിക്കുക. ഓരോ തവണയും ഇത്തരത്തിൽ ബന്ധുകൾ നടത്തി അല്ലെങ്കിൽ കുറച്ച് വെള്ളം വിട്ട് നൽകി അങ്ങനെ മുന്നോട്ട് പോകാതെ ഈ കാലവർഷത്തെ ആശ്രയിച്ചാണ് യഥാർത്ഥത്തിൽ ഈ കാവേരി ജലതർക്കവും നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ശാസ്ത്രീയമായി ഏത് രീതിയിൽ ഇതിനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് കൂടി നോക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഉത്തരവുകൾ എല്ലായ്പ്പോഴും വരുമ്പോഴും സുപ്രീം കോടതിയിൽ പോകുന്ന സാഹചര്യങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ ഒക്കെ ഉയരുന്നുണ്ട്. ദശാബ്ദങ്ങൾ പിന്നിട്ടിട്ടും ഈ പ്രശ്നം, അതായത് ഏകദേശം ഒരു നൂറ്റാണ്ടോളം നീളുന്ന ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ, അതായത് ശാശ്വതമായ ഒരു പരിഹാരം ഇതിനൊന്നും കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. 3500 ക്യൂസെക്സ് വെള്ളം തമിഴ്നാടിന് വിട്ടു നൽകണമെന്ന് കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റി നിർദ്ദേശിച്ചതോടുകൂടിയാണ് ഈ പ്രതിഷേധവും അതോടൊപ്പം തന്നെ നിയമ പോരാട്ടങ്ങളും ഒക്കെ തുടങ്ങുന്നത്. കർഷക സംഘടനകളും കന്നഡ അനുകൂല സംഘടനകളും ഒക്കെ ആദ്യഘട്ടത്തിൽ തന്നെ സമരത്തിനിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ കഴിയുന്നില്ല. അതായത് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ നിലവിലെ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതി പോലുള്ള ഒരു സംവിധാനം ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് തന്നെ ശരിയായ ഒരു കാര്യമല്ല. പക്ഷേ കുടിവെള്ള ആവശ്യങ്ങൾക്കും കൃഷിക്കും അവർക്ക് വെള്ളം തികയുന്നില്ല എന്ന് കർണാടക പറയുമ്പോൾ അതിനെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. അതേസമയം തമിഴ്നാടിനെ സംബന്ധിച്ച് അവരുടെ ഡെൽറ്റ മേഖലയിൽ അടക്കം കൃഷിയെ വലിയ രീതിയിൽ കാവേരി ജലം എത്തിയില്ല ബാധിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് വിഭാഗങ്ങളും ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ന്യായമാണ്. പക്ഷേ ഇപ്പോൾ പോകുന്ന ഈ ബന്ദ് യഥാർത്ഥത്തിൽ ഒരു ന്യായമായ, അല്ലെങ്കിൽ ഈ ബന്ദിന് പ്രസക്തിയില്ല എന്ന് സർക്കാർ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിലവിൽ കാലവർഷം കുറച്ചുകൂടി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതായത് ഈ തുടക്കത്തിൽ കാലവർഷം തീരെയും ശക്തി പ്രാപിക്കാത്ത സാഹചര്യത്തിലാണ്, ജലം തീരെ ഇല്ലാത്ത സാഹചര്യത്തിൽ തമിഴ്നാടിന് സുപ്രീം കോടതി നിർദ്ദേശിച്ച പോലെ വെള്ളം വിട്ടുകൊടുക്കാൻ കർണാടകയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സ്ഥിതി കുറച്ച് മെച്ചപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബന്ദിന് വലിയ പ്രസക്തി ഇല്ല എന്ന് പറയുമ്പോഴും ചില സംഘടനകൾ അത് നടത്തുന്നുണ്ട്. വലിയ പാളിച്ചകൾ ഈ ജലം വിട്ടു നൽകുന്ന കാര്യത്തിൽ കർണാടകയ്ക്ക് ഉണ്ടാകാതിരിക്കാനുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശാസ്ത്രീയപരമായ കാര്യങ്ങൾ വേണം. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് കണക്കെടുത്ത് ശാസ്ത്രീയപരമായ രീതിയിൽ ഇത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. കർണാടകയിൽ ആദ്യഘട്ടത്തിൽ, അതായത് ഈ കാലവർഷം തുടങ്ങിയ ഘട്ടത്തിൽ അവരുടെ പ്രധാന ഡാമുകൾ കൃഷ്ണരാജ സാഗർ, കബനി അടക്കം ഒന്നിലും ആവശ്യമായ വെള്ളം ഉണ്ടായിരുന്നില്ല. ആ അണക്കെട്ടുകളിൽ നിന്നുള്ള ജലം കൃത്യമായി ഉണ്ടായാൽ മാത്രമേ പറയുന്ന തരത്തിൽ തമിഴ്നാടിന് ആവശ്യമായ വെള്ളം വിട്ടു നൽകാൻ കർണാടകയ്ക്ക് കഴിയൂ. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നില്ലാത്തൊരു സാഹചര്യത്തിലാണ് ആദ്യഘട്ടത്തിൽ, അതായത് ബന്ദ് തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ചർച്ചയൊക്കെ നടത്തിയിരുന്നു. തമിഴ്നാടിന് വെള്ളം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ വിജയുടെ കർണാടക സന്ദർശനം അടക്കം വേണ്ടെന്ന് വെച്ചിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതായത് വിജയ് അവിടെ എത്തിയാൽ കൂടുതൽ പ്രതിഷേധമുണ്ടാകാനുള്ള ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ നേരത്തെ തന്നെ വിജയോട് അവിടെ എത്തേണ്ടതില്ല, അതായത് കഴിഞ്ഞ ആഴ്ച വിജയ് കർണാടക സന്ദർശിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിലൊക്കെ പങ്കെടുക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ ആ യാത്ര തന്നെ വേണ്ടെന്ന്, അല്ലെങ്കിൽ ആ സമയത്ത് തീർച്ചയായും വരരുത് എന്നുള്ള നിർദ്ദേശം DK ശിവകുമാർ നൽകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഈ സമരം ഇങ്ങനെ മുന്നോട്ട് പോകും. ഇന്ന് വൈകുന്നേരം 6 മണി വരെയാണ്, അതായത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഈ ബന്ദ് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ സംഘടനകളും അനുകൂലിക്കാത്തത് കൊണ്ട് തന്നെ ഭാഗികമായിരിക്കും ഈ ബന്ദ് മുന്നോട്ട് പോവുക. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാണ്ഡ്യ അടക്കമുള്ള ചില പ്രധാന മേഖലകളിൽ ഒരു പക്ഷേ ഈ ബന്ദ് സാരമായി ബാധിച്ചേക്കാം. ഏതായാലും കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള ഇടപെടൽ, അതായത് തമിഴ്നാട്ടിലെ കർഷകരുടെ മാത്രമല്ല കർണാടകയിലെ കർഷകർ, അതായത് കർണാടകയിലെ കർഷകർക്കും ഈ ജലം ആവശ്യമുണ്ട്, അവർക്ക് ആവശ്യമായ ജലം അവിടെ കിട്ടണം. അതേസമയം തമിഴ്നാടിനെ സംബന്ധിച്ചും അവരുടെ കർഷകരുടെ ആവശ്യം പ്രധാനമായും ഉന്നയിക്കേണ്ടതാണ്. കാവേരിക്ക് ശാന്തമായി ഒഴുകണമെങ്കിൽ ഈ രണ്ട് പ്രശ്നങ്ങളും കാര്യമായ രീതിയിൽ പരിഹരിക്കാൻ സർക്കാരുകൾക്ക് കഴിയണം. കേന്ദ്ര സർക്കാർ അടക്കം ആവശ്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തേണ്ടതുണ്ട്. നമ്മുടെ ഫെഡറൽ സംവിധാനത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും സർക്കാരുകളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. ശരി, എന്തായാലും ചില സംഘടനകൾ ഈ ബന്ദിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അഖില സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട് അതിർത്തികളിൽ കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. അഖില കൃഷ്ണനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിൽ 1-ാം പ്രതി റോജി അഗസ്റ്റിൻ ഇന്ന് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകും. കേസിൽ തുടർച്ചയായി ഹാജരാകാതിരുന്നതിനെ തുടർന്ന് പ്രതികൾക്കെതിരെ കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. പിന്നാലെ കേസിലെ 2-ാം പ്രതി ആൻഡ്രൂ അഗസ്റ്റിനും 3-ാം പ്രതി ജോസഫ് കുട്ടി അഗസ്റ്റിനും കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായിരുന്നു. തുടർന്ന് കോടതി ഇവരുടെ വാറന്റ് പിൻവലിച്ചു. വയനാട്ടിൽ നിന്ന് അനധികൃതമായി മുറിച്ചു കടത്തിയ മരങ്ങൾ വനം വകുപ്പ് പാസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിൽപ്പന നടത്തി വിശ്വാസവഞ്ചന നടത്തിയെന്നാണ് കേസ്. താമരശ്ശേരി ഫ്രഷ് കട്ട് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സംയുക്ത പരിശോധനാ റിപ്പോർട്ട് ഫയൽ ചെയ്യാനാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജില്ലാ കളക്ടർ വിശദ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ്, ഈ ഫ്രഷ് കട്ട് വിഷയത്തിലെ ഹർജി ഇന്ന് ഹൈക്കോടതി
പരിഗണിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഹൈക്കോടതി അതിൽ കാണുക? ഗോപിക, ഫ്രഷ് കട്ട് നൽകിയ ഹർജിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് കൊടുത്ത ഒരു സ്റ്റോപ്പ് മെമ്മോ അതിൽ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് അതാണ് ഹൈക്കോടതി താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്തത്. അതിൽ പ്രഥമ ദൃഷ്ട്യാ ഈ പറയുന്ന ആരോപണങ്ങൾക്കുള്ള തെളിവുകളൊന്നും കാണുന്നില്ല എന്നുള്ളത് ഒരു വിലയിരുത്തിയാണ് ഏതായാലും പെട്ടെന്ന് തന്നെ ഒരു സ്റ്റേ അവർക്ക് സമ്പാദിക്കാൻ പറ്റിയത്. പക്ഷേ അതിനുശേഷം ഹൈക്കോടതി ജില്ലാ ഭരണകൂടത്തോടും മലിനീകരണ നിയന്ത്രണ ബോർഡിനോടും സംയുക്തമായി അവിടെ പരിശോധന നടത്തി ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തിയ ഒരു പരിശോധനാ റിപ്പോർട്ടാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. ഇതൊരു സംയുക്ത പരിശോധന നടത്തുകയും ചെയ്തു. ഈ സംയുക്ത പരിശോധനാ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമായിരിക്കും ഇത് തുടർന്ന് മുന്നോട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കണോ വേണ്ടയോ എന്ന് ഹൈക്കോടതി തീരുമാനമെടുക്കുകയുള്ളൂ. പ്രധാനമായും ആ പ്രദേശവാസികൾ വർഷങ്ങളായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കോഴിക്കോട് ഭാഗത്തൊക്കെയുള്ള മുഴുവൻ കോഴി മാലിന്യങ്ങളും കൊണ്ടുവന്ന് സംസ്കരിക്കാനുള്ള ഒരു പ്ലാന്റ് അവിടെ നടത്തുന്നു. അതിൽ നിന്നും ഈ പറയുന്ന പ്രദേശവാസികളുടെ ഏറ്റവും വലിയ ആരോപണം മാലിന്യജലം ഒഴുകി മറ്റ് സമീപത്തുള്ള വീടുകളിലും ഒക്കെ അവർക്ക് ശല്യമാവുന്നു എന്നുള്ളതും വലിയ ആരോഗ്യ പ്രശ്നമുണ്ടെന്നുള്ളതുമാണ് അവിടെ സമരം ചെയ്യുന്നവരുടെ ഒരു വാദം. ഏതായാലും ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെട്ടുകൊണ്ട് താൽക്കാലം ഇതിന്റെ ഹൈക്കോടതി ഇങ്ങനെ ഒരു സ്റ്റോപ്പ് മെമ്മോക്ക് സ്റ്റേ കൊടുത്തെങ്കിലും താൽക്കാലികമായി അത് പ്രവർത്തിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അതായത് കോടതിയുടെ അന്തിമ വിധി വരുന്നത് വരെ പ്രവർത്തിക്കരുത് എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എങ്കിലും അക്കാര്യം കോടതി പരിഗണിക്കുന്നത് ഈ സംയുക്ത റിപ്പോർട്ടാണ്. ഈ സംയുക്ത റിപ്പോർട്ട് ലഭിച്ച ശേഷം അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ജില്ലാ ഭരണകൂടവും മലിനീകരണ നിയന്ത്രണ ബോർഡും കൂടി സംയുക്തമായി കണ്ടെത്തിയിട്ടുള്ളത്. കാരണം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവിനെതിരെയാണ് ഫ്രഷ് കട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോൾ അവരുടെ കണ്ടെത്തലുകളിലുള്ള പരാതികളാണ് ഉന്നയിച്ചിരുന്നത്. അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് പ്രാഥമികമായിട്ട് അത് വിലയിരുത്തിയാണ് ഹൈക്കോടതി ഒരു സ്റ്റേ പെട്ടെന്ന് തന്നെ നൽകിയത്, ഇത്ര വിവാദമായ പ്രശ്നമായിട്ടുകൂടി. എങ്കിലും ജില്ലാ ഭരണകൂടം കൂടി ഇടപെടുമ്പോൾ അതിൽ DMO അടക്കമുള്ള ആൾക്കാരുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടാവും. അപ്പൊ അവർ കൂടി ഇടപെടുമ്പോൾ ഒരു സംയുക്ത റിപ്പോർട്ട് വരുമ്പോൾ കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം ഹൈക്കോടതിക്ക് ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സംയുക്ത പരിശോധനാ റിപ്പോർട്ട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് റിപ്പോർട്ട് ഫയൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരുപക്ഷെ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ സമയം ചോദിക്കുക, ഏതാണ് സർക്കാർ ചെയ്യുന്നതെന്നറിയില്ല. എങ്കിലും റിപ്പോർട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ അതിൽ വിശദമായ ഒരു വാദം കേൾക്കും. അതിനുശേഷം ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കും. രാജേഷ്, മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ ഈ മലങ്കര ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കം സമവായത്തിൽ എത്തിക്കാനുള്ള നിർദ്ദേശത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വിധി പറയുമല്ലോ. തീർച്ചയായും ഗോപിക, ഇക്കാര്യത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ എന്താണ് ഹൈക്കോടതിയുടെ മുന്നിൽ വരുമ്പോഴുള്ള സങ്കീർണമായ നിയമപ്രശ്നങ്ങൾ. സുപ്രീം കോടതി നിർദ്ദേശമാണ് ഈ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ട് നിലവിലുള്ളത്. അത് നടപ്പിലാക്കുവാൻ ഹൈക്കോടതിക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശവുമുണ്ട്. ഈ തരത്തിലൊരു നിർദ്ദേശം വന്നപ്പോൾ സുപ്രീം കോടതി വരെ പോയി ഓർത്തഡോക്സ് വിഭാഗം, മലങ്കര ഓർത്തഡോക്സ് വിഭാഗം ഈ ഒരു ഉത്തരവ് വാങ്ങിയപ്പോൾ അതിന് മുകളിലൊരു ഉത്തരവ് നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിക്ക് ഈ കാര്യങ്ങൾ ആ ഉത്തരവ് അനുസരിച്ച് മുന്നോട്ട് പോകുവാനേ കോടതിക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ ജനങ്ങളുടെ പ്രതിഷേധവും ഇതിൽ നടപ്പിലാക്കുവാനുള്ള ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസും, ഇത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പലപ്പോഴും പല പള്ളികളിലും ഈ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജില്ലാ കളക്ടറോട് നിർദ്ദേശിച്ചിട്ട് പള്ളി പൂട്ടി താക്കോൽ കളക്ടർ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനുശേഷം ഹൈക്കോടതി ഉത്തരവ് വരാൻ പല പള്ളികളും ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട്. ഇതിന് ഓരോ പ്രദേശവാസികളുടെ എതിർപ്പും അല്ലെങ്കിൽ പ്രദേശത്തുള്ള ആ യാക്കോബായ വിഭാഗത്തിലെ ഉള്ള ജനങ്ങളുടെയും ഭക്തജനങ്ങളുടെയും പ്രീസ്റ്റിന്റെയും ഒക്കെ എതിർപ്പുകൾ രൂക്ഷമാകുമ്പോൾ സർക്കാരിന്റെ മെഷീനറിക്ക് ഇടപെടുന്നതിന് ഒരു പരിധി വരുന്നു. ആ കാര്യങ്ങൾ ഹൈക്കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കാതിരിക്കാനും ആവില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും സംഘർഷം നിലനിൽക്കുന്ന പാലക്കാട് 3 പള്ളിയുണ്ട്, എറണാകുളത്ത് 2 പള്ളിയുണ്ട്, കൊല്ലത്ത് 1 പള്ളി. ഈ 6 പള്ളികളിലെ വിവിധ റിട്ട് ഹർജികളാണ് ഹൈക്കോടതിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഹർജികളുടെ വാദം കേട്ട് സ്വാഭാവികമായും സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുകയാണ് ഹൈക്കോടതിക്ക് പറ്റും. പക്ഷെ സമവായം എന്ന ഒരു ഫോർമുല അത് എപ്പോഴും ഈ തരത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ നല്ലതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഒരു സമവായ നിർദ്ദേശം രൂപപ്പെട്ടിട്ടുണ്ട്. ആ നിർദ്ദേശം ഹൈക്കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ ആ കാര്യത്തിൽ സമവായ ചർച്ചയ്ക്ക് വേണ്ടി ഈ പള്ളി സംബന്ധമായിട്ടുള്ള പ്രീസ്റ്റുമായിട്ടും മറ്റുള്ളവരുമായിട്ടും ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ഈ കാര്യമാണ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഡിവിഷൻ ബെഞ്ച് ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ സർക്കാരിന്റെ ഈ സമവായ നിർദ്ദേശം പരിഗണിച്ച് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഒരു നിർദ്ദേശം കോടതിക്ക് നൽകാവുന്നതാണ്.
അതുകൊണ്ട് ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ അതിൽ ഒരു വിശദമായ ഉത്തരവ് പ്രതീക്ഷിക്കാം. ശരി, 6ഓളം പള്ളികളുടെ കാര്യത്തിലാണ് ഈ സർക്കാരിന്റെ സമവായ ശ്രമം. അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയും SFI നേതാവുമായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാകും. 2 തവണ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശം നൽകിയെങ്കിലും പ്രതികൾ എത്തിയിരുന്നില്ല. ഇതോടെ കടുത്ത നടപടിയെടുക്കുമെന്ന് വിചാരണ കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. കോടതിക്ക് പുറത്ത് മാധ്യമപ്രവർത്തകർ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട് എന്ന കാരണം പറഞ്ഞാണ് പ്രതികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാകാതിരുന്നത്. എന്നാൽ ഈ വാദം കോടതി തള്ളുകയായിരുന്നു. ഇന്ന് പ്രതികൾ ഹാജരാകുന്നതോടെ വിചാരണ ആരംഭിക്കുന്നതിനുള്ള നടപടികളും തുടങ്ങും. പാലാ നഗരസഭ അധ്യക്ഷ സ്ഥാനത്തേക്ക് UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രതിനിധി റിയ ചിരാംകുഴിയുടെ പേര് പരിഗണിക്കുന്നു. നിലവിലെ ഉപാധ്യക്ഷ മായ രാഹുലിന് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പിന്തുണ നൽകാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. ഈ മാസം 19-നാണ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ്. അതേസമയം പാലാ നിയോജക മണ്ഡലത്തിലെ മൂന്നിലവ് പഞ്ചായത്തിൽ CPM പ്രതിനിധിയായ പ്രസിഡന്റിനെതിരെ UDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പാലാ നഗരസഭയിൽ ഈ മാസം 19-ന് നടക്കുന്ന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ UDFുമായി അകന്ന നിലവിലെ ഉപാധ്യക്ഷ മായ രാഹുലിനെ പിന്തുണയ്ക്കാൻ LDF നേരത്തെ തന്നെ ധാരണയിലെത്തിയിരുന്നു. മായയ്ക്കൊപ്പം കോൺഗ്രസ് പുറത്താക്കിയ ലിസിക്കുട്ടി മാത്യുവിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കോൺഗ്രസ് അംഗം റിയ ചീരാങ്കുഴിയെ UDF സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതായാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസം പാലായിൽ നടന്ന യോഗത്തിൽ കോൺഗ്രസ് നേതാക്കളായ ഫിൽസൺ മാത്യൂസ്, ബിജു പുന്നത്താനം, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസ് കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിൽ റിയയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ ആലോചിച്ചതായാണ് സൂചന. എന്നാൽ റിയ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടില്ല. ഇടതുപക്ഷം നിലവിലെ വൈസ് ചെയർപേഴ്സൺ മായ രാഹുലിനെ പിന്തുണയ്ക്കുന്ന പക്ഷം ഒഴിവ് വരുന്ന വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പുറത്താക്കിയ ടോണി തൈപ്പറമ്പലിനെയോ ബിജു മാത്യൂസിനെയോ ഇടതുപക്ഷം പിന്തുണച്ചേക്കും. ഏതായാലും ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ സ്ഥാനങ്ങളിലേക്ക് കേരള കോൺഗ്രസ് എമ്മും CPMും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തില്ല എന്ന് മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിന് സാഹചര്യമുണ്ടായാൽ കോൺഗ്രസിലെ സെബാസ്റ്റ്യൻ പനക്കലിനെ മത്സരിപ്പിക്കാനാണ് UDF ആലോചിക്കുന്നത്. 26-അംഗ ഭരണസമിതിയിൽ UDFന് 9 പേരാണ് നിലവിലുള്ളത്. ഇടതുപക്ഷത്തെ 12 പേരും അവിശ്വാസത്തെ പിന്തുണച്ചതിന് കോൺഗ്രസ് പുറത്താക്കിയ 4 കൗൺസിലർമാരും കോൺഗ്രസ് വിമതയായ മായ രാഹുലും ചേരുമ്പോൾ മറുപക്ഷത്ത് ആകെ 17 പേരാകും. ഇതിനിടെ പാലാ നിയോജക മണ്ഡലത്തിലെ മൂന്നിലവ് പഞ്ചായത്തിൽ CPM പ്രതിനിധിയായ പ്രസിഡന്റിനെതിരെ UDF അവിശ്വാസ പ്രമേയാവതരണത്തിന് നോട്ടീസ് നൽകി. 14-അംഗ ഭരണസമിതിയിലെ 8 അംഗങ്ങൾ ഒപ്പിട്ടാണ് ഈരാറ്റുപേട്ട BDOയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നത്. UDF 6, LDF 4, സ്വതന്ത്രർ 4 എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷിനില. 2 സ്വതന്ത്ര അംഗങ്ങളുടെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഒരംഗത്തിൻ്റെയും പിന്തുണയോടെയാണ് ഇടതുപക്ഷം പഞ്ചായത്ത് ഭരിക്കുന്നത്. ഇടതുഭരണത്തെ പിന്തുണച്ചിരുന്ന കേരള കോൺഗ്രസ് അംഗം അവിശ്വാസ പ്രമേയ നോട്ടീസിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഈ മാസം 20-ന് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യും. തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതികൾ അധികാരത്തിലേറി 6 മാസം പിന്നിട്ടതോടെ പലയിടങ്ങളിലും പൊട്ടലുകളും ചിറ്റലുകളുമൊക്കെ പുറത്തു വന്നു തുടങ്ങി. പാലായിൽ UDFിൻ്റെ ചെയർപേഴ്സണെതിരെയായിരുന്നു അവിശ്വാസമെങ്കിൽ മൂന്നിലവിൽ അത് LDFിൻ്റെ പ്രസിഡന്റിനെതിരെയാണ്. വരുന്നാളുകളിൽ കൂടുതൽ ഇടങ്ങളിൽ ഇത്തരം നീക്കങ്ങൾ പ്രതീക്ഷിക്കാം. കോട്ടയത്ത് നിന്നും ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. ഇടുക്കി കട്ടപ്പനയിൽ നിന്ന് വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നത്തുകല്ല് അടിമാലി റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തത് യാത്രാ ദുരിതം വർദ്ധിപ്പിക്കുകയാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 55 കോടി രൂപ ചിലവഴിച്ച് 26 കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത്. ഇടുക്കിയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ കട്ടപ്പനയെയും വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദൂരം കുറഞ്ഞ പാതയാണ് നത്തുകൽ അടിമാലി റോഡ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് റോഡ് നിർമ്മാണത്തിനായി 56 കോടി രൂപ അനുവദിച്ചു. ഈട്ടിത്തോപ്പ് മുതൽ മേനേച്ചിനാർ വരെ കലുങ്ക് നിർമ്മാണം തുടങ്ങിയിട്ട് മാസങ്ങളായി. കനത്ത മഴ മൂലം റോഡ് ചെളിക്കുണ്ടായി മാറി. ബസ്സുകൾ സർവീസ് നിർത്തുന്ന അവസ്ഥയിലാണിപ്പോൾ. അതിലൊക്കെ ഇപ്പോൾ പണി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് മോശം. വണ്ടി യാത്ര വലിയ പാട്. വണ്ടി വന്ന് സൈഡ് കൊടുക്കാൻ സൗകര്യക്കുറവ്. ഓട ഇതുമായിട്ട് മുഴുവൻ വെള്ളം ഈ ഉള്ള സൈഡ്. കലുങ്കുകളെല്ലാം പെട്ടെന്ന് തീർത്ത് ഈ റോഡ് പണിയുകയും ഇത് മൂന്നാറ് കട്ടപ്പന റോഡാണ്. മൂന്നാർ കട്ടപ്പന റോഡാണ്. അതുകൊണ്ട് ഭയങ്കര ടൂറിസ്റ്റ് ഉണ്ട്, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. മൂന്നാർ കൂടാതെ കാറ്റാടിപ്പാറ വിനോദസഞ്ചാര കേന്ദ്രം, തൂവൽ വെള്ളച്ചാട്ടം, പച്ചടി സ്റ്റേഡിയം എന്നിവിടങ്ങളിലേക്കെല്ലാം എളുപ്പത്തിൽ എത്താവുന്ന റോഡാണിത്. നിർമ്മാണം അനന്തമായി നീളുന്നത് മൂലം പ്രദേശവാസികളുടെ യാത്രാ ദുരിതം വർദ്ധിക്കുകയാണ്. അമൃത ന്യൂസ്, ഇടുക്കി. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, ഇന്നത്തെ വിപണി വിലയിരുത്തൽ എങ്ങനെയാണ്?
ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ വളരെ വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിൽ വിപണി പ്രകടമായിരുന്നു. ഒരു വേള വലിയൊരു നഷ്ടത്തിലായിരുന്ന വ്യാപാരം അത് ഒരു തിരിച്ചു കയറ്റത്തിലൂടെയാണ് അതിൻ്റെ നഷ്ടം നികത്താനായത്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള നിക്ഷേപ താല്പര്യം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 24,400 എന്ന നിലവാരത്തിനടുത്താണ് മുൻനിര സൂചിയായി നിഫ്റ്റിയിൽ ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. 24,400 താഴേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. വരും ദിവസങ്ങളിലും 24,400 നിലവാരത്തിന് മുകളിൽ നിലനിന്ന വ്യാപാരം തുടരുന്നൊരു സാഹചര്യത്തിൽ മാത്രമേ ഇനി തുടർച്ചയായ ഒരു നേട്ടം വിപണിയിൽ പ്രതീക്ഷിക്കാനുള്ളൂ. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ ഇപ്പോൾ ഇന്നലെ വിൽപ്പനയിലേക്ക് നീങ്ങിക്കഴിഞ്ഞ് കുറച്ച് നാളുകളായി അവർ അറ്റ നിക്ഷേപത്തിലായിരുന്നെങ്കിൽ കൂടിയും ഇന്നലെ ഏതാണ്ട് 1000 കോടിക്ക് മുകളിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ 5000 കോടിക്ക് മുകളിൽ അവർ അറ്റ നിക്ഷേപത്തിലേക്ക് നീങ്ങിയതാണ് വിപണിയെ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ചതും. വരും ദിവസങ്ങളിലും ഇവരുടെ നിലപാടുകൾ വിപണിയിൽ നിർണായകം തന്നെയായിരിക്കും. ആഗോള സാഹചര്യങ്ങളും തികച്ചും വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അനിശ്ചിതത്വം നൽകുന്നത് തന്നെയാണ്. ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായിട്ടുള്ള വർധനമാണ് ഒരു പരിധിവരെ ഇപ്പോൾ വിപണിയിലെ വിൽപ്പനയെ സ്വാധീനിക്കുന്നു. $89 എന്ന നിലവാരത്തിലേക്ക് ക്രൂഡ് ഓയിൽ വില ഇന്നലെയും എത്തിയിരുന്നു. വരും ദിവസങ്ങളിലും എണ്ണവിലയിലുള്ള നീക്കം വിപണിയിലെ നീക്കത്തെ കാര്യമായി തന്നെ സ്വാധീനിച്ചേക്കും. എന്തായാലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണി തുടരാൻ തന്നെയാണ് സാധ്യത. ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ ഈ അവസരത്തിൽ നിർണായകം തന്നെയായിരിക്കും. ബാങ്കിംഗ് മേഖലയിൽ ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതായിരിക്കും ഇനി വിപണിയെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ശരി, കെ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. PV സാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദിന്. PV സാമി മെമ്മോറിയൽ മാനേജിംഗ് ട്രസ്റ്റി PV ചന്ദ്രനാണ് വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിച്ചത്. MP ശ്രേയംസ് കുമാർ, ഡോക്ടർ CK രാമചന്ദ്രൻ, സത്യൻ അന്തിക്കാട് എന്നിവർ അംഗങ്ങളായ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. സെപ്റ്റംബർ 1 കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ അവാർഡ് സമ്മാനിക്കും. കൃഷിക്ക് പേരുകേട്ട ആലപ്പുഴ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ശുഭകേശന്റെ കൃഷിത്തോട്ടം ഓണത്തിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്തവണ മഴ വില്ലനായി എങ്കിലും വിഷരഹിതമായ നിരവധി പച്ചക്കറികളും പൂക്കളുമാണ് ഈ കൃഷിയിടത്തിൽ വിളവെടുപ്പിന് തയ്യാറായിട്ടുള്ളത്. ഓണമെത്തിയാൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിനെ മലയാളികൾക്ക് അങ്ങനെ ഒഴിച്ചു നിർത്താൻ കഴിയില്ല. കർഷകരാൽ സമ്പന്നമായ പഞ്ചായത്തിൽ സമൃദ്ധമായി വിളയുന്ന ജൈവ പച്ചക്കറികൾ തന്നെയാണ് ഇതിന് കാരണം. ഇക്കുറിയും ഓണക്കാലത്തെ വരവേൽക്കാൻ കഞ്ഞിക്കുഴി ഒരുങ്ങിക്കഴിഞ്ഞു. കഞ്ഞിക്കുഴി പയറിലൂടെ പ്രശസ്തനായ ശുഭകേശന്റെ കൃഷിയിടമാണ് ഈ ഓണക്കാലത്തും താരം. കനത്ത കാലവർഷത്തെ അതിജീവിച്ചുകൊണ്ടാണ് കഞ്ഞിക്കുഴിക്കാർ ഇത്തവണത്തെ ഓണത്തെ വരവേൽക്കുന്നത്. കഞ്ഞിക്കുഴിയുടെ അഭിമാന കർഷകനാണ് ശുഭകേശൻ. ശുഭകേശന്റെ കൃഷിയിടത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഓണത്തിന് പൂക്കളും പച്ചക്കറികളും എല്ലാം അതിവിശാലമായി ശുഭകേശൻ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത്തവണ വലിയ തോതിലുള്ള മഴ കൃഷിയെ നന്നായി ബാധിച്ചിട്ടുണ്ട്. കർഷകരെല്ലാം വലിയ നിരാശയിലാണ്. പക്ഷേ എങ്കിലും ശുഭകേശൻ്റെ കൃഷിത്തോട്ടത്തിൽ ശുഭകേശൻ്റെ ഒരു വല്ലാത്തൊരു മാനസികമായ ഒരു ഇടപെടലിൻ്റെ വിജയമാണിത്. ഈ കാണുന്നതെല്ലാം അവൻ്റെ ഒറ്റ ഒരു വിജയത്തിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓണക്കാലത്തെ മുന്നിൽ കണ്ട് കഞ്ഞിക്കുഴി സിൽക്ക് ഫാബ്രിക്കേഷൻ യൂണിറ്റിന് സമീപത്തെ 15 ഏക്കർ കൃഷിഭൂമിയിൽ ശുഭകേശൻ വിളയിച്ചെടുത്തത് വിവിധയിനം പച്ചക്കറികളാണ്. വെണ്ടയും പടവലവും പീച്ചിങ്ങയും തുടങ്ങി ഓണക്കാലത്തെ സമൃദ്ധമാക്കാൻ വേണ്ടതെല്ലാം ഈ തോട്ടത്തിലുണ്ട്. എല്ലാം ജൈവ പച്ചക്കറികൾ. പച്ചക്കറിയോടൊപ്പം വിവിധയിനം പൂക്കളും ഇടവിളയായുണ്ട്. ശക്തമായ മഴ കൃഷിക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചെങ്കിലും അതിനെയും അതിജീവിച്ചാണ് ശുഭകേശൻ തൻ്റെ കൃഷിയിടത്തെ സമ്പന്നമാക്കുന്നത്. പ്രതിസന്ധികൾ പലതുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് അതിജീവനത്തിൻ്റെ ഒരു കാർഷിക സംസ്കാരത്തിലൂടെ ഈ ഓണവും കളറാക്കുകയാണ് കഞ്ഞിക്കുഴിയിലെ ഈ ശുഭകേശൻ ചേട്ടൻ. ആറാദർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. പുണ്യം ചൊരിയുന്ന രാമായണ മാസത്തിൽ ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് കണ്ണൂർ ഇരിട്ടി പായം മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം. നാലമ്പല ദർശനത്തിൽ മലബാറിൽ ഏറെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. തലമുറകളോളം പൊട്ടിത്തകർന്ന വിഗ്രഹം മാത്രമായി കിടന്ന ഇവിടത്തെ സാന്നിധ്യം ശത്രുഘ്ന സ്വാമിയാണെന്ന് മനസ്സിലായതും ക്ഷേത്രം പ്രസിദ്ധമായതും ഈ അടുത്ത കാലത്താണ്. വൃത്താകാരത്തിലുള്ള ശ്രീകോവിൽ പ്രത്യേകതയായുള്ള ക്ഷേത്രത്തിൽ സുദർശന ചക്രം അല്പമുയർത്തി യുദ്ധവിജയം നേടിയ രാജകീയ ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ്. മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്തിന്റെ അംശാവതാരമാണ് ശത്രുഘ്നൻ എന്നതിനാൽ ചക്രസമർപ്പണം വിശേഷ വഴിപാടാണ് ഇവിടെ. ചക്രസമർപ്പണം മലബാറിൽ നടക്കുന്ന ഏക ക്ഷേത്രം കൂടിയാണ് ഇത്.
ശ്രീരാമക്ഷേത്രവും വാരത്തെ ഭരതക്ഷേത്രവും പെരിഞ്ചേരിയിലെ ലക്ഷ്മണക്ഷേത്രവും പിന്നിട്ട് പായം ശത്രുഘ്നനെ കൂടി കണ്ടാണ് വിശ്വാസികൾ നാലമ്പല ദർശനം പൂർത്തിയാക്കുക. ശത്രുഘ്ന സ്വാമിക്കൊപ്പം ഗണപതിയും വനശാസ്താവും ഭഗവതിയുമാണ് ഉപദേവതകൾ. തലമുറകളോളം ആരും അറിയാതെ കിടന്ന ക്ഷേത്രം 2019 അറിയപ്പെട്ടു തുടങ്ങിയത്. പ്രധാന ചടങ്ങ് ഉദ്ദേശിക്കുന്നത് ചക്രസമർപ്പണമാണ്. ഭഗവാൻ ചക്രസമർപ്പണമാണ് പ്രധാന ചടങ്ങ്. അപ്പം അത് ഭക്തർ നേരിട്ട് സമർപ്പിക്കുന്നതാണ്. അവർ അതിൽ വഴിപാട് ചീട്ടാക്കി നേരിട്ട് സമർപ്പിക്കുന്നതാണ്. സ്വർണം, വെള്ളി, ചെമ്പ് ഈ 3 രീതിയിലാണ് ചെയ്യുക. അപ്പോൾ അത് ഭക്തർക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് അവർ വാങ്ങി സമർപ്പിക്കുക. വ്യാഴാഴ്ചകളിലെ താമരമാല സമർപ്പണം പ്രധാന വഴിപാടാണ്. പാൽപ്പായസവും ത്രിമധുരവുമാണ് വിശേഷ പ്രസാദങ്ങൾ. ഏത് സമയത്ത് എത്ര ആളുകൾ എത്തിയാലും വിളമ്പുന്ന കഞ്ഞിയും പുഴുക്കും പായം ശത്രുഘ്ന ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. അമൃത ന്യൂസ്, കണ്ണൂർ. ഇടുക്കി ഉപ്പുതുറ സർക്കാർ ആശുപത്രിയിൽ അസിസ്റ്റന്റ് സർജനായി ശരണ്യ മോഹൻ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഒരു നാടിന്റെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. ഇടുക്കി ജില്ലയിലെ ഊരാളി ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഡോക്ടറാണ് ശരണ്യ. സ്വന്തം നാട്ടിൽ തന്നെ ആദ്യ നിയമനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇവർ. യാത്രാ സൗകര്യങ്ങൾ പോലുമില്ലാത്ത ഉപ്പുതറ കണ്ണമ്പടി എന്ന പ്രദേശത്തു നിന്നും ശരണ്യ എന്ന പെൺകുട്ടി നടത്തിയ ഒരു യാത്ര. ആ യാത്രയുടെ അവസാനം ശരണ്യ ഡോക്ടർ ശരണ്യയായി. ഉപ്പുതറ കണ്ണമ്പടി വനമേഖലയിൽ നിന്നാണ് ശരണ്യ പഠിച്ചു വളർന്നത്. കണ്ണമ്പടി പുന്നപ്പാറയൂരിൽ കണ്ടത്തിൻകര KN മോഹനന്റെയും മിനിമോളുടെയും ഏകമകൾ. കുട്ടിക്കാലം മുതലേ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ഡോക്ടറാകണം. പല പല രോഗങ്ങളാൽ വലയുന്ന സ്വന്തം ജനങ്ങളെ ശുശ്രൂഷിക്കണം. 10ാം ക്ലാസ്സിൽ 90% +2-ന് 88% മാർക്ക് വാങ്ങി. എങ്കിലും MBBS എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ 2019 എൻട്രൻസിൽ ST വിഭാഗത്തിൽ 23ാം റാങ്കോടെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടി. MBBS പരീക്ഷ 1ാം ക്ലാസ്സോടെ പാസായി. PSC റാങ്ക് ലിസ്റ്റിലൂടെ തേടിയെത്തിയത് ജന്മനാട്ടിലെ ആശുപത്രിയായ ഉപ്പുതറ CHCയിലെ നിയമന ഉത്തരവ്. എല്ലാവരും നാട്ടിലെ ഡോക്ടർ എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷമുണ്ട്. കൂടുതൽ അടുപ്പം കാണിക്കുന്നുണ്ട്. അതിലൊക്കെ സന്തോഷം. ഉപ്പുതറ സർക്കാർ CHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിനി മോഹന്റെ സാന്നിധ്യത്തിൽ ചുമതലയേൽക്കുമ്പോൾ ശരണ്യയ്ക്ക് ആഹ്ലാദവും അഭിമാനവും. തന്റെ നേട്ടം പുതിയ തലമുറയ്ക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയും. അവരെല്ലാവരും ഒരു പ്രചോദനമായിട്ട് തന്നെയാണ് എന്നെ കാണുന്നത്. സ്വപ്നം കാണാനും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്താനൊക്കെ എപ്പോഴും ഹെൽപ്പൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യാറുമുണ്ട്. ഉപ്പുതറക്കാർക്ക് ശരണ്യ നാട്ടിലെ ഡോക്ടറാണ്. ആരോഗ്യമേഖലയിൽ തനിക്ക് ഒട്ടേറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ശരണ്യയുടെ വാക്കുകളിൽ ആത്മവിശ്വാസം നിറയുകയാണ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ആവേശകരമായ പോരാട്ടത്തിൽ ആസ്റ്റൺ വില്ലയെ പരാജയപ്പെടുത്തി PSG തുടർച്ചയായ 2ാം തവണയും UEFA സൂപ്പർ കപ്പ് കിരീടം സ്വന്തമാക്കി. 1-നെതിരെ 2 ഗോളിനാണ് PSG വിജയം. കളിയിൽ PSG ആയിരുന്നു ആദ്യം മുന്നിലെത്തിയത്. പിന്നീട് 17-കാരനായ ബ്രയാൻ മെഡ്ജോ ആസ്റ്റൺ വില്ലയ്ക്കായി സമനില ഗോൾ നേടി. 62ാം മിനിറ്റിൽ ഡെസീറെ ദൂബെ നേടിയ ഗോളാണ് PSG വിജയം ഉറപ്പിച്ചത്. ദുയെ നേടിയ ഗോൾ വാർ പരിശോധനയ്ക്ക് ശേഷം അനുവദിക്കപ്പെടുകയായിരുന്നു. തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഗോൾ നേടിയതോടെ സൂപ്പർ കപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടം മെഡ്ജോ സ്വന്തമാക്കി. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.